മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചിത്രമാണ് ഞാൻ ഗന്ധർവൻ. മനുഷ്യനും ഗന്ധർവനും തമ്മിലുള്ള പ്രണയത്തെ അതിമനോഹരമായി വരച്ചിട്ട ചിത്രത്തിന് ഇപ്പോഴും പ്രേക്ഷക പിന്തുണയുണ്ട്. സിനിമയ്ക്കൊപ്പം തന്നെ ഞാൻ ഗന്ധർവനിലെ ലൊക്കേഷനും വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നായിരുന്നു. ഇപ്പോഴിതാ പത്മരാജന്റെ ഓർമ്മകളുള്ള ഞാൻ ഗന്ധർവന്റെ ലൊക്കേഷനായിരുന്ന വീട് സന്ദർശിച്ചിരിക്കുകയാണ് മകൻ അനന്തപത്മനാഭൻ. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് ആ വീടിനെക്കുറിച്ചും അവിടെ ഇപ്പോൾ താമസിക്കുന്ന മനുഷ്യരെക്കുറിച്ചും അനന്തൻ പറഞ്ഞത്. അനന്തപത്മനാഭന്റെ ഫേസ്ബുക്ക് കുറിപ്പ്: ഒരു മാസം മുൻപ് പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഗോപാലകൃഷ്ണൻ അച്ഛൻ്റെ ഇതുവരെ കാണാത്ത ഒരു ചിത്രം അയച്ചു തന്നു. ചിത്രത്തിൽ പിന്നിൽ കാണുന്ന ചിത്രം ആരുടേതെന്ന് ഓർത്തപ്പോൾ തന്നെ ഗോപാലകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു, പിന്നിൽ കാണുന്ന ചിത്രം ജോസഫ് കാട്ടൂക്കാരൻ വർഗീസിൻ്റെതാണ്, മലയാളത്തിലെ ഫിലിം എക്സിബിഷന്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ മകൻ ജോസിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഞാൻ ഗന്ധർവൻ ഷൂട്ട് ചെയ്തത്. ഈ ചിത്രം പപ്പേട്ടൻ പറഞ്ഞ് എടുപ്പിച്ചതാണ്. ചിത്രത്തിലുള്ളയാളെ പറ്റി വായിച്ചത് ഓർമ്മ വന്നു. ബാലനും 20 വർഷം മുമ്പ് ചലിക്കുന്ന ചിത്രം മലയാളിക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച ആൾ. തൃശ്ശിനാപ്പള്ളിക്കാരൻ വിൻസെൻ്റ് പോളിൽ നിന്നും വാങ്ങി ബയോസ്കോപ്പ് എന്ന വിസ്മയത്തെ മലയാളിക്ക് മുന്നിൽ തുറന്നുവച്ച ആൾ. 1907 തൃശ്ശൂർ പൂരകാലത്ത് തേക്കിൻകാട് മൈതാനത്ത് ഒരു ടെന്റ് കെട്ടി ബയോസ്കോപ്പിലൂടെ കാഴ്ചയുടെ ഇന്ദ്രജാലം മലയാളിയെ അനുഭവിപ്പിച്ച ഇദ്ദേഹമാണ് മലയാള ചലച്ചിത്ര പ്രദർശനത്തിൻ്റെ പിതാവ്. കേരളത്തിലെ ആദ്യ തിയേറ്റർ തൃശ്ശൂർ ജോസ്, സ്വപ്ന കോഴിക്കോട് ഡേവിസൺ ഒക്കെ അദ്ദേഹത്തിൻ്റെ ദീർഘദർശന ലബ്ധികൾ. മകൻ ജോസ് കാട്ടൂക്കാരൻ കേരളത്തിൻ്റെ നായാട്ട് ചരിത്രരേഖകളിൽ ആദ്യം കാണുന്ന പേരുകളിൽ ഒന്നാണ്. മഹാസാഹസികനായിരുന്ന അദ്ദേഹത്തിൻ്റെ പുത്രൻ പോളിൻ്റെ വീട്ടിലാണ് ഗന്ധർവൻ ചിത്രീകരിച്ചത്. ഇന്നലെ തൃശ്ശൂർ ഒല്ലൂരിൽ നിവിൻ പോളി നായകനായ ഡിസ്നി ഹോട്ട്സ്റ്റാർ പുതിയ സീരീസ് ചിത്രീകരണം നിരീക്ഷിക്കാൻ പോയി. ഇടവേള സമയത്ത് ആർട്ട് ഡയറക്ടർ രാജീവ് വന്നു പറഞ്ഞു, ഇതിന് തൊട്ടപ്പുറത്തെ വീട്ടിലാണ് പത്മരാജൻ സാർ ഗന്ധർവൻ ഷൂട്ട് ചെയ്തത്, കാണണോ? ലഞ്ച് ബ്രേക്ക് സമയത്ത് ഞങ്ങൾ ആ വീട്ടിലെത്തി. വിശാലമായ മുറ്റത്തെ മാവിൽ സിനിമയിൽ എന്ന പോലെ ഇപ്പോഴും ഉണ്ണിമാങ്ങകൾ, ഗന്ധർവൻ പാടിയ പൂമുഖം, ഭാമപ്രണയ മുഗ്ധയായിരുന്ന ആ പടിക്കെട്ടുകൾ ആദ്യമാണ് ഇവിടെ. ഗൃഹനാഥൻ ആൻഡോ പോൾ ഹൃദ്യമായി സ്വീകരിച്ചു. ഞങ്ങൾ 7 പേരാണ്. ഐ ആം ദ യങ്ങസ്റ്റ്. 5 വർഷം മുമ്പ് അപ്പച്ചൻ മരിച്ചു 100-ാം വയസ്സിൽ. അമ്മച്ചി ഉണ്ട്, 98 വയസ്സായി. അപ്പച്ചനും അമ്മയുമായി നിങ്ങളുടെ ഫാദർ വലിയ അടുപ്പമായിരുന്നു. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് എൻ്റെ 2ാമത്തെ ബ്രദറിനെ ഫോൺ ചെയ്തു പറഞ്ഞു, കോഴിക്കോട് നിന്നും മടങ്ങുമ്പോൾ ഞാൻ വീട്ടിൽ വരുന്നുണ്ട്, എല്ലാവരെയും കാണാൻ എന്ന്. ഒരു വിങ്ങലിൻ്റെ മൂടാപ്പ് പടരുന്നു തടയാൻ ഞാൻ ചോദിച്ചു, ബുദ്ധിമുട്ടില്ലെങ്കിൽ അമ്മയെ ഒന്ന് കണ്ടാൽ? അതിനെന്താ? അപ്പോൾ വാക്കർ പിടിച്ച് നിലാവ് പോലെ ആ അമ്മൂമ്മ ഇറങ്ങി വന്നു. തൊഴുതു മന്ത്രിച്ചു, സ്വസ്തി ദൈവമേ, എനിക്ക് മുന്നിൽ ഒരു ബൃഹത് കാലം സ്വസ്തി പറയുന്നു. തിരികെയും തൊഴുതു, സ്വസ്തി. പത്മരാജൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ 2 പേരുമായി നല്ല കൂട്ടായിരുന്നു. ഞാൻ തമാശ പറഞ്ഞു, ഇവിടെ പറമ്പിൽ ഒരു കായക്കൊല ഉണ്ടായിട്ടുണ്ട്, പത്മരാജന്റെ അത്രയും വലിപ്പത്തിൽ. അത് കേട്ട് വലിയ ചിരിയായിരുന്നു, ഓർമ്മകളിൽ നിലാച്ചിരി. പിന്നെ പതുക്കെ തിരക്കി, ആള് ഇപ്പോഴും ഉണ്ടോ? ഇല്ല അമ്മേ, പോയിട്ട് 33 വർഷം കഴിഞ്ഞു. അയ്യോ ക്ഷമിക്കണേ, ചിലത് ഓർമ്മ കിട്ടണില്ല. അമ്മ കൈയെടുത്ത് തൊഴുതു. അമ്മയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയാണ്, പക്ഷേ ചില കാര്യങ്ങൾ വിട്ടുപോകും. മകൻ പറഞ്ഞു, ഓർത്ത് കേട്ടതൊക്കെയും ഏറി പതിരി കളഞ്ഞ് ശുദ്ധി വയ്ക്കുന്ന മനസ്സ്. നമുക്കൊരുമിച്ചൊരു പടം വേണ്ടേ എന്ന് തിരക്കി. അതിനെന്താ എന്ന ചിരി അമ്മുമ്മയുടെ മണം പോലെ തോന്നി. ആ മണത്തോട് ചേർന്നിരുന്നു. അപ്പോൾ അമ്മ കൈയെടുത്ത് എൻ്റെ കയ്യിൽ വെച്ചു. ഉള്ളിൻ്റെ കാണാമറകൾ കിനിഞ്ഞു. കണ്ണുകളുടെ കടയഴച്ചിലിന് ഞാൻ ശ്രമപ്പെട്ട് തടവെച്ചു.